നിക്ക്, ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ തരാൻ കാശൊന്നുമില്ല. തൽക്കാലം നിങ്ങളിവിടെ നിക്ക്. എന്റെ പൊന്നു ജിസു, നിനക്ക് എന്തിന്റെ സോക്കേടാ? വെറുതെ നാട്ടുകാരെ മൊത്തം വിളിച്ച് വീട്ടിൽ കയറ്റുന്നേ. എന്നാ പിന്നെ അമ്മച്ചീനെയും കുറെ പ്രേതത്തിനെയും കൂടെ വിളിച്ച് വീട്ടിൽ കയറ്റടി. അവർക്ക് വേറെ സ്ഥലമില്ലാത്തോണ്ടല്ലേ. മാത്രമല്ല ജിന്നേട്ടനല്ലേ അവരുടെ ഇന്ന് പൈസ മേടിച്ച്. എന്നാ ഒരു കാര്യം ചെയ്യ്, ജിന്നേട്ടൻ പൈസ കൊടുക്കുക, അവരവരുടെ പാട്ടിന് പൊക്കോളും. ഇല്ല ഇല്ല, പറ്റില്ല. ഒന്നാതെ ഞാനും കൂക്കിയും ജിമിനും ഈ കട്ടിലേല കിടക്കുന്നത്. ഇനി നിന്നെയും കൂടെ കിടത്താനുള്ള സ്ഥലമില്ല, ഞങ്ങൾ കിടത്തില്ല. ലൈറ്റ് അടിക്കാൻ എന്റെ ലൈറ്റ് വേണ്ടേ? ഇവിടെ പ്രേതമുണ്ട്, കണ്ടു വരട്ടെ. എടാ പൊട്ടന്മാരെ, ഇവിടെ പ്രേതമുണ്ട്. എന്തോത്തിനാ നിങ്ങൾ കൂവിയേ? ജിന്നേട്ടാ ഇവിടെ പ്രേതമുണ്ട്, ജിന്നേട്ടാ ഇവിടെ പ്രേതമുണ്ട്. ഷേ, അത്രേ ഉള്ളൂ. ഞാൻ കരുതി വലിയ എന്തോ ആണെന്ന്. ജിന്നേട്ടനൊന്ന് പുറകെ നോക്കിക്കേ. അയ്യോ എന്റെ അമ്മേ, എന്താ എന്താ എന്താ? ഹോ, അച്ഛനെന്തോ ഒരു അച്ഛനാണ് അച്ചോ. ഇന്നലെ ജിസു വിളിച്ചപ്പോ ജിസു പറഞ്ഞു ഇവിടെ കണ്ട് പ്രേതമുണ്ടെന്ന്. പിന്നെ എനിക്ക് അറിയാവുന്ന വീടായത് കൊണ്ട് ഒന്ന് വന്ന് നോക്കിയിട്ട് പോകാന്ന് കരുതിയതായിരുന്നു. ഹാവ്, അച്ഛൻ വന്നല്ലോ. അച്ഛൻ അടുക്കള പ്രേതം. ജനീച്ചയൊക്കെ ആകെ പേടിച്ചു. ഹാ, നിങ്ങളൊക്കെ എന്റെ പുറകെ വാ. ഇന്ന് ആ പ്രേതത്തിനെ ഞാൻ ഇവിടുന്ന് ഒഴിപ്പിച്ചിരിക്കും. വാ. ഈ ചേച്ചി നല്ല സുന്ദരിയാണല്ലോ. ഈ ചേച്ചിനെ ഞാൻ എന്തെതിരിട്ട് കാണാഞ്ഞേ? എന്റെ പൊന്ന് ജിമിനെ, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇല്ലേ നിന്റെ വായില് ഞാൻ വല്ലതും കുത്തിക്കേറ്റും. നീ എന്തിനാ വെറുതെ ഇവരെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? നമുക്കന്ന് അങ്ങനെയൊക്കെ പറ്റിയെന്നും പറഞ്ഞ് ഇവരെന്ത് ചെയ്തു? നീ എന്തിനാ ഇവരെങ്ങനെ ശല്യം ചെയ്യുന്നത്? എല്ലാം അറിയാവുന്ന നീ തന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കണം. എനിക്ക് കിട്ടാത്തത് പലതും ഇവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അതെങ്ങനെ സഹിക്കാനാ? മാത്രമല്ല ഞാൻ ഒരു പ്രേതമാണ്. ഇവൾ ഇനി നിങ്ങളെ ശല്യമൊന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഇവിടെ സന്തോഷത്തോടെ താമസിക്കാം. ഇവരിനി നിങ്ങൾക്ക് ഒരു ശല്യവും ചെയ്യത്തില്ല. അയ്യോ, അപ്പൊ എന്റെ ലവ് ലെറ്ററോ? എന്റെ പൊന്നെ ഇറക്കാം, എന്റെ വായിക്കുന്ന വല്ലതും കേക്കണ്ട. നീ മിണ്ടാതെ പൊക്കോ. അവന്റെ ഒരു ലവ് ലെറ്റർ. ചേച്ചി, നിങ്ങൾ പോകുന്നതിന് മുമ്പ് എനിക്ക് നൂഡിൽസ് മേടിച്ചു തന്നിട്ട് നിങ്ങൾ പോയാൽ മതി. ഇല്ല, നിങ്ങളെ ഞാൻ വീണ്ടും കൊല്ലും. മനുഷ്യന്റെ കയ്യിൽ ചില്ലി കാശില്ല, അപ്പോഴാ അവളുടെ ഒരു നൂഡിൽസ്. നിന്റെ വായിൽ വല്ലതും കുത്തിത്തിരിക്കി വെക്കണ്ടെങ്കിൽ നീ മിണ്ടാതെ പൊക്കോ. എന്നാ ശരി, ഞാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ശല്യമില്ല. അങ്ങനെ പ്രേതം പോയി. അല്ല, ഇനി നിങ്ങളൊക്കെ എപ്പോഴായി വീട്ടിൽ നിന്ന് പോകുന്നേ? ഞങ്ങളുടെ കാശ് കിട്ടുമ്പോ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകും. അതുവരെ ഞങ്ങൾ ഇവിടെ കാണും. Call on me, yeah. Just call my name.